തൻ്റെ 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ മരിച്ചു എന്ന വിവരം യായിറോസ് എന്ന പള്ളിപ്രമാണിയോട് ഒരുവൻ അറിയിച്ചപ്പോൾ യേശു കർത്താവ് യായിറോസിനോട് ഇപ്രകാരം പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുവിൻ. യേശു യായിറോസിനോട് വിശ്വസിക്കുക മാത്രം എന്ന് പറഞ്ഞത് വിശ്വാസവും ഭയവും ഒരേ സമയം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇരട്ട മനസ്സുകാരാകരുത്, സംശയിക്കരുത് എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. ഭയം വിശ്വാസത്തെ ഇല്ലാതെയാക്കുന്നു. ഒരേ സമയം വിശ്വാസ ചിന്തകളും അവിശ്വാസ ചിന്തകളും നമ്മിൽ ഉണ്ടാകാം. ഭയവും വിശ്വാസവും തമ്മിൽ വിരുദ്ധ ശക്തികളാണ്. ഭയത്തിന് നമ്മെ സാത്താൻ്റെയും അവൻ്റെ മരണത്തിൻ്റെയും അധീനതയിൽ ആക്കാൻ പ്രാപ്തിയുണ്ട്. വിശ്വാസമോ നമ്മെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ പങ്കാളികളാക്കും. അതുകൊണ്ടാണ് യേശു യായിറോസിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്. ഭയത്തെയും അവിശ്വാസത്തെയും ജയിക്കാൻ വലിയ വിശ്വാസം വളർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഭയത്തിൻ്റെ ഉറവിടം മുറിച്ചു മാറ്റുകയാണ് എളുപ്പമായ മാർഗം. അപ്പോൾ ശേഷിക്കുന്ന ബാലസഹജമായ ലളിതമായ വിശ്വാസം മതിയാകും. വലിയ വിശ്വാസമല്ല വേണ്ടത്, ശുദ്ധമായ വിശ്വാസം മതിയാകുന്നു. 2 തിമോഥെയോസ് 1:7 പറയുന്നു, ദൈവം നമുക്ക് ഭയത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വസ്ഥബുദ്ധിയുടെയും ആത്മാവാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ ഭയം ദൈവത്തിൽ നിന്നല്ല. നാം യേശുവിൽ നിന്ന് ശ്രദ്ധ മാറ്റി നമ്മുടെ സാഹചര്യങ്ങൾ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഭയം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഭയമോ സംശയമോ സ്വയം നമ്മെ കീഴടക്കില്ല. നാം അതിനെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിച്ചാലേ അതിന് നമ്മിൽ എന്തെങ്കിലും ശക്തിയുള്ളൂ. ദൈവവചനത്തെ കേൾക്കുന്നതിലൂടെ വിശ്വാസം വളരുന്നത് പോലെ ദൈവവചനത്തിനെതിരെയുള്ള കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ ഭയം നമ്മുടെ ഉള്ളിൽ ഉളവാകാം. സാത്താൻ നമ്മെ നമ്മുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവത്തിന് വലിയതോ ചെറിയതോ ആയ പ്രശ്നമൊന്നും ഇല്ല. നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ നാം നമ്മുടെ നിത്യതയ്ക്കായി വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ഇന്നേ ദിവസത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ യേശു മതിയായവൻ എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിനാൽ നമ്മുടെ ചിന്തകളെ ദൈവത്തിങ്കൽ ഏൽപ്പിച്ച് നമ്മുടെ കണ്ണുകളെ യേശുവിൽ ഉറപ്പിച്ച് ധൈര്യത്തോടെ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കാം. ദൈവം നമ്മുടെ സകല നിമിഷങ്ങളെയും നാം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെയും കാണുന്നു. അതെല്ലാറ്റിനും ദൈവം തക്ക സമയത്ത് ഉത്തരം നൽകും എന്ന പൂർണ്ണ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഭയത്തിലും അനിശ്ചിതത്വത്തിലും പതറാതെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ.
ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ.